ആതിര, കഴിഞ്ഞ 140 ദിവസമായിട്ട് അയ്യൻകുഴി പ്രദേശത്തെ ജനങ്ങൾ വലിയൊരു പ്രതിഷേധത്തിലാണ്. അതായത് അവർക്ക് ജീവിക്കാനായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. രാത്രി സമയങ്ങളിലടക്കം വലിയ പ്രതിഷേധമാണ് അവർ ഉയർത്തുന്നത്. അതായത് ഇവിടുത്തെ കൊച്ചി റിഫൈനറി, ഒരു ഭാഗത്ത് ഇടത് ഭാഗത്ത് വരുന്നത് കൊച്ചി റിഫൈനറിയും വലത് ഭാഗത്ത് വരുന്നത് HOCയുമാണ്. ഈ രണ്ട് പ്രദേശങ്ങളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള മാലിന്യം, കാറ്റലിസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. ഈ രണ്ട് അതായത് കൊച്ചി റിഫൈനറിയുടെയും HOCയുടെയും നടുവിലായിട്ട് വരുന്ന 9.5 ഏക്കർ സ്ഥലത്ത് 45 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ഇടതടവില്ലാതെ ഈ കൊച്ചി റിഫൈനറിയിലെ പ്രവർത്തനങ്ങൾ മൂലം ഈ കാറ്റലിസ്റ്റ് വലിയ രീതിയിൽ, ചെറിയൊരു കാറ്റടിച്ചാൽ പോലും ഇവരുടെ വീടുകൾക്ക് മുകളിലേക്കും അതേപോലെ കുടിവെള്ള സ്രോതസ്സുകളായുള്ള കിണർ, കുളം എന്നിവിടങ്ങളിലേക്കെല്ലാം തുടർച്ചയായിട്ട് വരികയാണ്. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ കൊച്ചു കുട്ടികൾക്കടക്കം ത്വക്ക് രോഗങ്ങളും അതേപോലെ തന്നെ ശ്വാസം മുട്ടലടക്കമുള്ള രോഗങ്ങൾ വിട്ടുമാറാത്തൊരു സാഹചര്യമുണ്ട്. ഇവർ കഴിഞ്ഞ 140 ദിവസമായിട്ട് ഇതിലൊരു നടപടി വേണം, തങ്ങളുടെ വിഷയത്തിൽ ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇവർ പൊറുതിമുട്ടി ജനങ്ങൾ, അതായത് കഴിഞ്ഞ 2 ദിവസം മുൻപ് ഉണ്ടായ ഒരു കാറ്റിൽ വലിയ രീതിയിൽ കാറ്റലിസ്റ്റ് ഇവരുടെ വീടുകൾക്കുള്ളിലേക്കടക്കം ഇവരുടെ കിണറുകളിലേക്കടക്കം വന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് ഇവർ വലിയൊരു പ്രതിഷേധവുമായി കൊച്ചി റിഫൈനറിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കാണുന്ന വലിയ മതിൽക്കെട്ട് കൊച്ചി റിഫൈനറിയുടെയാണ്. അത് വലത് ഭാഗത്ത് കാണുന്നതാണ് കൊച്ചി റിഫൈനറി. ഈ അതിന്റെ നടുഭാഗത്ത് വരുന്ന ഒരു 9.5 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു 145ഓളം കുടുംബങ്ങൾ, 45ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇതിന്റെ തൊട്ട് പുറകുഭാഗത്ത് HOCയാണ് വരുന്നത്. അതും കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ്. ഈ രണ്ട് മേഖലകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഈ തുടർച്ചയായിട്ട് ഇവരുടെ വീടുകളിലേക്കും കുളങ്ങളിലേക്കും അടക്കം എത്തുന്നത്. ഇതിൽ കോടതിയടക്കം ഇവരെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ നിലപാടെടുത്തിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. ഇപ്പം ഈ വീടിന് മുന്നിലെ ഷീറ്റിലും അതേപോലെ കാറിലുമൊക്കെ വലിയ രീതിയിലുള്ള കാറ്റലിസ്റ്റ് വന്ന് അടിഞ്ഞത് കിടക്കുന്ന കാണാം. വെള്ളപ്പൊടിയാണിത്. ഇത് ഇവരുടെ ബർണർ, ഈ കൊച്ചി റിഫൈനറിയിലെ ബർണർ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ തീ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടുന്ന ഒരു തരം രാസമാലിന്യമാണ് ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ പ്രദേശത്തെല്ലാം വലിയ രീതിയിൽ വീണ് കിടക്കുന്നത്. എന്തായാലും ഇവരുടെ സമരങ്ങൾ തുടരുകയാണ്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ പ്രദേശവാസിയെ ഒരാൾ നമ്മളോട് ചേരുകയാണ്. ചേട്ടാ, എന്താണ് ഈ ഒരു സംഭവം? എത്ര നാളായിട്ട് ഇതുണ്ട്? ഈ സംഭവം ഇപ്പോൾ തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ 140 ദിവസമായിട്ട് ഞങ്ങളൊരു വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെ. പന്തം കൊളുത്തി പ്രതിഷേധം നടത്തിയിരുന്നു ഇവിടെ. ഇവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ട് കമ്പനിയുടെ ഇടയിൽ നിന്നും ഈ ജനത്തിനെ ഒന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള വ്യക്തമായ കാരണവും കോടതി കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാർ തന്നെ കണ്ടെത്തി ഈ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം, വായു, ആരോഗ്യസ്ഥിതി എല്ലാം മോശമാണെന്ന് സർക്കാർ എന്ന് കണ്ടെത്തി കോടതി കൊടുത്തേക്കാണ്. സംസ്ഥാനത്തിലെ പോലീസ് കണ്ട ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് റിപ്പോർട്ട് എടുത്ത് റെഡിയാക്കി കൊടുത്തേക്കാണ്. അതിന് നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞിട്ട് സർക്കാർ റിപ്പോർട്ട് ഇതുവരെയും കോടതി കൊടുത്തിട്ടില്ല. ഈ കളക്ടർ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഞാൻ കോടതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ റിപ്പോർട്ട് തരുന്നതായിട്ട് യാതൊരു അറിവും കോടതിക്കില്ല. ഞങ്ങളുടെ അഡ്വക്കേറ്റിനും അറിയാൻ പാടില്ല, ഞങ്ങൾക്കും അറിയാൻ പാടില്ല. ഇവരാരെയാണ് പറ്റിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇപ്പം ഈ അടുത്ത ദിവസം ഉണ്ടായി, ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയെന്ന് ഞാൻ മുമ്പ് തുടങ്ങിയതായിരിക്കും. ഉച്ചയോട് കൂടിയാണ് ഇതിൻ്റെ യഥാർത്ഥമോ ഞങ്ങൾക്ക് ശരിക്കും കണ്ണിലേക്ക് പൊടി വീണപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തരിതരിയോളത്തിൽ പൊടിയാണ് വന്ന് വീഴുന്നത്. ഇത് ഈ പ്രദേശത്തും എല്ലാ കിണറുകളിലും എല്ലാ വാട്ടർ ടാങ്കുകളിലും എല്ലാം വന്ന് വീണ് ഇത് വളരെ ഇതായിട്ട് പോയേക്കാണ്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവരാരും ഇവരെന്ന് പറയുന്നില്ല. ഇതിനൊരു നടപടി വേണം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം കമ്പനി ഗേറ്റിൽ പോയി ഞങ്ങൾ ചാവാൻ തന്നെ പോയ ആൾക്കാരാണ് ഞങ്ങൾ. രണ്ടും കൽപ്പിച്ച് പോയ ആൾക്കാരാണ്. അവസാനം കരിമോൾ പോലീസ് സ്റ്റേഷനിൽ SI വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കാം, നിങ്ങളൊന്ന് തൽക്കാലം ഒന്ന് മാറിത്തരുമെന്ന് പറഞ്ഞ് അകത്ത് പോയപ്പോൾ അവിടെ ആരും ഇല്ല. ഈ വിഷയം സംസാരിക്കാൻ കമ്പനിക്കകത്ത്, ഇത്രയും വലിയ കമ്പനിക്കകത്ത് ഒരാൾ പോലും ഇല്ലയെന്ന് അവർ പറയണേ. പിന്നെ ഇങ്ങനെ ഈ കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇവിടെ ഒരു അടിയന്തര ഘട്ടത്തിൽ ഈ കമ്പനി ആര് കൈകാര്യം ചെയ്യും? ഇവർക്ക് ആരുമില്ല. ഞങ്ങൾ വെറും സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു നിലപാടെടുക്കാൻ ഇവർക്ക് ഭരണ സംവിധാനം നമ്മൾ ഈ രാജ്യത്ത് ഇല്ലേ? ഞാൻ ആരോട് ചോദിക്കും? നമ്മൾ ഈ പരാതി ആരോട് പറയും? പോയിട്ട് കളക്ടർ പറയുന്നു, പച്ചക്കള്ളം വിളിച്ചു പറയുന്നു, മാധ്യമങ്ങൾ പച്ചക്കള്ളം വിളിച്ചു പറയുന്നു, ഞാൻ റിപ്പോർട്ട് കൊടുത്തെന്ന്. ഒരു റിപ്പോർട്ട് അവിടെ കൊടുത്താൽ യാതൊരു അറിവും കിട്ടുന്നില്ല. ഈ ഗവൺമെന്റ് തന്നെ കണ്ടെത്തിയ റിപ്പോർട്ടാണത്. ഞങ്ങളുടെ കയ്യിലേക്ക് ഇരിക്കുകയാണ് റിപ്പോർട്ട്. ഇതിൽ നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ ഒരു നടപടി എടുക്കാതെ ഇവർ മൗനം പാലിച്ചിരിക്കണം. ഇവിടെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇന്നലെ ഞങ്ങൾ ഗേറ്റിലേക്ക് ചാവാൻ വേണ്ടി തന്നെ പോയതാ. പക്ഷേ കരിമോൾ SI ആ സമയത്ത് ഇടപെട്ടുകൊണ്ട് ഞങ്ങളത് ഒഴിഞ്ഞ് മാറി നിൽക്കുകയാണ്. അടിയന്തരമായിട്ട് ഞങ്ങൾ കുടിവെള്ളം എത്തിക്കാം എന്ന് പഞ്ചായത്ത് മെമ്പർ പറയാണ്. ഞങ്ങളുടെ ആപ്പടമുള്ള കിണറിലെ വെള്ളം, ഫിനോൾ, തുളി
ബെൻസിൻ ഇതൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി കൊണ്ട് കൊടുത്തേക്കാണ്. ഞങ്ങൾ എങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക വെള്ളം? ഇത് ഇവർക്ക് മനസ്സിലാവും ഈ അധികാരി വർഗത്തിന്. ഇവിടെ ഞങ്ങൾ ആരോടെ ചോദിക്കുന്നു ഇനി പരാതി? ഇതുപോലെ തന്നെ എല്ലാവരും വലിയൊരു പ്രതിഷേധത്തിലാണുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശവാസിയായിട്ടുള്ള മറ്റൊരാൾ കൂടെ ചേരുകയാണ്. ആ ചേച്ചിയുടെ വീടിന്റെ മുകളിലടക്കം പെരയ്ക്കുള്ളിലടക്കം വലിയ രീതിയിൽ മാലിന്യം വീണതാണ്. എന്താണ് എങ്ങനെയാണ് ഈ ഒരു ഈ അവസ്ഥയുടെ ഇത് ശരിക്കും 2023 ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതുപോലെ ഈ പൊടി ഇതുപോലെ ചാടി ഭയങ്കര പ്രശ്നമായി. പൊല്യൂഷൻ കൺട്രോളുകാർ വന്ന് ഇത് ടെസ്റ്റിന് എടുത്തുകൊണ്ട് പോയായിരുന്നു. എടുത്തുകൊണ്ട് പോയെങ്കിലും പക്ഷേ അവർ യഥാർത്ഥ റിസൾട്ട് അവർ പുറത്തു വിട്ടിട്ടില്ല. ആ റിസൾട്ട് പുറത്തു വിടുന്നതിന് ഇവിടെ MLA കളക്ടറൊക്കെ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് വന്നിരുന്നു. വന്ന സമയത്ത് MLA ചോദിച്ചു ആ റിസൾട്ട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ റിസൾട്ട് അത് സിൽക്കയാണെന്ന് അന്നത്തെ പൊല്യൂഷൻ കൺട്രോൾ എഞ്ചിനീയർ പറഞ്ഞത്. അത് സിൽക്കയാണെന്ന് പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞവർ ഗോതമ്പ് പൊടിയാണെന്ന് പറയുന്നു. ഈ അങ്ങനെയാണെങ്കിൽ ഗോതമ്പ് പൊടിയാണ് ഇത് കൂടിയതെങ്കിൽ ഇത്രയും മാരകമായി ഇത് ഞങ്ങളുടെ ശരീരത്തൊക്കെ വീണ് ഞങ്ങൾക്ക് ഭയങ്കര ചൊറിച്ചിലാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ചൊറിച്ചിൽ മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ പല പല പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ 2023 ഉണ്ടായപ്പോൾ ഇതുപോലെ അവസ്ഥ ഉണ്ടായിട്ട് പോലും അവർ ഈ പ്രശ്നത്തെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ ഉണ്ടാവാതെ കൊണ്ട് പിന്നെ വീണ്ടും ഇത് വീണുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുമെന്ന് ആലോചിക്കണം. കാരണം കൊച്ചി റിഫൈനറിൽ ഒരു നിസ്സാര പ്രോബ്ലം ഉണ്ടായപ്പോൾ തന്നെ കൊച്ചി റിഫൈനറിയുടെ സ്കൂളും അവിടുത്തെ എംപ്ലോയീസിന്റെ ക്വാർട്ടേഴ്സും എല്ലാം എടുത്തോണ്ട് പോയി. അതുപോലെ അവരുടെ കൊച്ചി റിഫൈനറിയുടെ എംപ്ലോയിയുടെ പോലെയുള്ള സാധാരണക്കാരെ മനുഷ്യരുടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ എംപ്ലോയിയുടെ മക്കൾക്ക് മാത്രമാണോ ജീവിക്കേണ്ട ആവശ്യമുള്ളൂ? ഞങ്ങൾക്ക് സാധാരണക്കാരെ മനുഷ്യരുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി. ഇവിടുന്ന് 12 കിലോമീറ്റർ മാറി അവർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി. എന്തുകൊണ്ട് ഈ അയ്യൻകുഴിയിലെ കുടുംബങ്ങളെ രക്ഷിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല? ഈ കമ്പനിയെ സർക്കാരും തയ്യാറാകുന്നില്ല. കോടതിയിൽ ഒരു ഉന്നതതല യോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 12/3/2025 ഞങ്ങളുടെ അയ്യൻകുടി പ്രദേശത്തെ സംബന്ധിച്ച് ഉന്നതതല യോഗം കൂടാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ആ റിപ്പോർട്ട് കോടതിയിൽ എത്തിയിട്ടില്ല. ഒരു ഉന്നതതല യോഗം ഇവർ കൂടിയിട്ടില്ല. നിസ്സാരമായിട്ട് ഉന്നതതല യോഗം കൂടിയിട്ട് എന്ത് ചെയ്തു? ഇവർ കാര്യം അതായത് ഈ പ്രദേശങ്ങൾ മുഴുവനും ഏറ്റെടുക്കണം എന്നുള്ളതാണ് കമ്പനി ആവശ്യപ്പെട്ടേക്കുന്നത്. അയ്യൻകുഴിയിലെ പ്രശ്നം പരിഹരിക്കുന്ന ഈ പ്രദേശം മുഴുവനും ഏറ്റെടുക്കണം എന്ന് ഇവർക്ക് ആവശ്യപ്പെട്ട ആവശ്യമില്ല. കാരണം ഞങ്ങളാണ് അയ്യൻകുടി പ്രദേശം മാത്രമാണ് ഈ BPCL കൊച്ചി റിഫൈനറിയുടെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെ 4 മതിൽക്കെട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുവാണ്. ഞങ്ങൾക്ക് ഈ ഭൂമി വിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവസ്ഥയിൽ ബന്ധിച്ചിട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവൻ കാർന്നിരുന്ന ഈ 2 കമ്പനി ഈ കേന്ദ്ര സർക്കാർ ഇവിടെ ഉണ്ടാകുന്ന നികുതി പണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കുമ്പോൾ ഇവിടെ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണെന്ന് അവർ ചിന്തിക്കണം. ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ പൂർവ്വന്മാരായി വിട്ടുകൊടുത്ത ഭൂമിയാണ് ഇവിടെ കിടക്കുന്നത്, ഈ മതിൽക്കെട്ടിനുള്ളിൽ കിടക്കുന്നത്. ഞങ്ങളുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കിയവർ. ഇതിനകത്ത് ഞങ്ങളുടെ റോഡ് പോയിക്കൊണ്ടിരുന്നത് ഇതിനകത്തോടെയാണ്. അതിനുശേഷം ഞങ്ങളുടെ പൂർവ്വന്മാരുടെ സ്ഥലം വിട്ടുകൊടുത്ത റോഡാണ് ഈ കിടക്കുന്നത്. ഈ റോഡാണ് ഇപ്പോൾ പഞ്ചായത്ത് റോഡായിട്ട് വന്നേക്കണം. അത് ഈ മെയിൻ റോഡ് ഉണ്ടായിരുന്ന അടച്ചു കെട്ടി അവർ ഭദ്രമാക്കി അവിടെ വെച്ച് ഞങ്ങളുടെ കുളവും തോടും എല്ലാം അടച്ചു കെട്ടി അവർ കമ്പനി റിഫൈനറി 90 മതിൽ കെട്ടിയപ്പം. അടുത്ത 90 ഈ മതിൽ കെട്ടുന്നത്. ഈ മതിൽ കെട്ടിയ സമയത്താണ് ഞങ്ങളുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കി ഞങ്ങളെ പൂർണ്ണമായിട്ട് ഞങ്ങളെ ഈ 4 മതിൽക്കെട്ടിനുള്ളിൽ തളച്ചിട്ടത് ഈ BPCL കൊച്ചി റിഫൈനറിയുടെ 90 വന്ന വികസനമാണ്. അതോടുകൂടി ഞങ്ങളുടെ ജീവിതം സ്തംഭിച്ചു. ഞങ്ങളെല്ലാവരും ഇപ്പം സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കീലാണ്. കാരണം സ്വന്തം ഭൂമി വിറ്റിട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിന് പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പൊ അത് ഈ സർക്കാരും കമ്പനി എന്തുകൊണ്ട് മനസ്സാകുന്നില്ല? നമ്മുടെ ജനങ്ങളെല്ലാവരും കോടികൾ ഉണ്ടാക്കി വെച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി വിറ്റാലേ ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണെങ്കിലും ഞങ്ങൾക്കായാലും മുന്നോട്ട് പോകാൻ പറ്റുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭൂമി വിറ്റിട്ട് പോകണം. അത് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ കമ്പനി കൂടി മുൻകൈ എടുത്തുകൊണ്ട് ചർച്ച നടത്തി ഞങ്ങളുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരിക. അതല്ല എങ്കിൽ ഞങ്ങളുടെ കമ്പനിക്ക് മുമ്പ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ പോയത്. എന്തും നേരിടാൻ വേണ്ടിയിട്ട്. ജയിലിലേക്ക് ജയില്. ഈ തുറന്ന ജയിലിലല്ലേ ഇപ്പോൾ ഞങ്ങൾ കിടക്കുന്നത്. ഇനി ഞങ്ങളെ അടച്ച ജയിലിൽ കൊണ്ടിടട്ടെ. അതാണ് ചെയ്യേണ്ടത് സർക്കാർ. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. അതായത് ഈ 2 കമ്പനികൾക്കിടയിൽ കിടക്കുന്ന പ്രദേശം BPCL കൊച്ചി റിഫൈനറിയോ അല്ലെങ്കിൽ HOC ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറിപ്പോകാം എന്നുള്ളൊരു കാര്യവും അവർ പറയുന്നുണ്ട്. എന്തായാലും 140 ദിവസം പിന്നിടുകയാണ് ഈ അയ്യൻകുഴിയിലെ ജനങ്ങളുടെ പ്രതിഷേധം. ഇന്ന് രാവിലെയും ഇത്തരത്തിലെ കാറ്റലിസ്റ്റ് ഈ പ്രദേശങ്ങളിലേക്ക് പറന്നെത്തിയിരുന്നു. വീടുകളിലേക്ക് അടക്കം വന്നിരുന്നു. കുളങ്ങളിൽ കാണപ്പെട്ടു. അതേപോലെ തന്നെ ഒരുപാട് അതായത് ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ദേഹമടക്കം ചൊറിഞ്ഞ് പൊട്ടുക, ചൊറിഞ്ഞ് തടിക്കുക തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളടക്കം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാകണം. അതിന് കളക്ടറും അതേപോലെ സർക്കാരും ഇടപെടണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും സാനു, ഇത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ലേ? ഫോൺ 45ഓളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തുന്നത്. സാനു, ഇത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉയരുമ്പോഴും ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. ഒരു പ്രശ്ന പരിഹാരത്തിന് അധികൃതർ ഇതുവരെയും മുന്നോട്ട് വന്നിട്ടില്ലേ? കൊച്ചിൻ റിഫൈനറിൽ നിന്നും പുറത്തുവരുന്ന രാസമാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുവെന്നാണ് പരാതി. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ.
ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്.